ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്താണെന്നല്ലേ, ഞാൻ വായിച്ചൊരു പുസ്തകത്തിൻ്റെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതാണ് ആ പുസ്തകം നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വളരെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഷോർട്സ് ആയിട്ടും റീൽസ് ആയിട്ടും ഒക്കെ. അപ്പോൾ ആ പുസ്തകം ഏതാണെന്ന് അറിയണ്ടേ? ഇതാണ് ആ പുസ്തകം. രാത്രി 12-ന് ശേഷം. നമ്മുടെ റാം കെയർ ഓഫ് ആനന്ദി എഴുതിയ അതേ ആൾ തന്നെയാണ് ഈ നോവലും എഴുതിയിട്ടുള്ളത്. ആരാണെന്നല്ലേ? അഖിൽ പി ധർമ്മജൻ. പിന്നെ ഈ നോവലിനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്താ പറയുക, വാക്കുകൾക്കും അതീതമാണ്. അത്ര അടിപൊളിയായിട്ടുള്ള നോവലാണ് കേട്ടോ. വളരെ ലളിതമായ ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. അതുപോലെ തന്നെ ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ ജീവിതത്തിൽ വളരെ ഒരു ജീവിച്ച് കാണിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ അത്ര മനോഹരമായിട്ടാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഈ നോവലിനെ കുറിച്ച് പറയാനാണെങ്കിൽ അഖിൽ പി ധർമ്മജൻ്റെ 4ാമത്തെ നോവലാണ്. അതുമാത്രമല്ല, മിസ്റ്ററി ത്രില്ലർ നോവൽ എന്നാണ് ഇതിനെ ഏറ്റവും മനോഹരമായിട്ട് വിശേഷിപ്പിക്കാൻ കഴിയുക. പിന്നെ ത്രില്ലർ മൂവി കാണാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വായിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു പുസ്തകമാണ്. ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇന്നത്തെ ജനറേഷനിൽ പെട്ട കുട്ടികളൊക്കെ പുസ്തകങ്ങൾ വായിക്കാൻ ഭയങ്കര മടിയാണല്ലേ, പ്രത്യേകിച്ച് നോവലുകൾ തീരെ താല്പര്യമില്ല. പക്ഷേ ത്രില്ലർ മൂവീസ് ഇഷ്ടപ്പെടുന്ന ഏതൊരു കുട്ടിക്കും വായിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു നോവലാണ് രാത്രി 12-ന് ശേഷം എന്ന ഈ നോവൽ. പിന്നെ ഈ നോവലിലെ കഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? ഞാൻ വായിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവം നിങ്ങളായിട്ട് ഞാൻ പങ്കുവയ്ക്കട്ടെ. വനിതാ സേവ്യർ എന്ന പെൺകുട്ടി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയാണ്. നല്ല മഴയുണ്ടെങ്കിലും ആ മഴ പതിയെ പതിയെ തോർന്നു. ശക്തമായ ഇടിമിന്നലുമുണ്ട്. യാത്ര വളരെ മനോഹരമായി ആസ്വദിച്ചുകൊണ്ട് ആണ് ആ പെൺകുട്ടി തൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. പോകുന്ന വഴിക്ക് വളരെ അപരിചിതനായ ഒരു വ്യക്തിയെ ഇടിച്ചിടുന്നുണ്ട്. പക്ഷെ അത് തൻ്റെ തോന്നൽ മാത്രമാണെന്നാണ് ആ പെൺകുട്ടി വിചാരിക്കുന്നത്. എന്നാൽ ആ അപരിചിതനായ വ്യക്തി തന്നെ പിന്തുടരുന്നുണ്ട് എന്നുള്ള ചിന്ത ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ഈ പെൺകുട്ടിയെ പ്രേരിപ്പിക്കുകയും തുടർന്നുള്ള യാത്രയിൽ ആ വ്യക്തിയെ അന്വേഷിച്ചുകൊണ്ട് ഈ പെൺകുട്ടി പോവുകയും ചെയ്യുന്നു. അതാണ് ഈ നോവലിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇതിലൊരുപാട് കഥാപാത്രങ്ങളുണ്ട്. ആ ഓരോ കഥാപാത്രങ്ങളും യഥാർത്ഥമായി ജീവിച്ച് കാണിക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് വായിക്കുമ്പോൾ ഫീൽ ചെയ്യുക. ശരിക്കും നമ്മൾ ഒരു പുസ്തകം വായിക്കുക എന്നുള്ള രീതിയിലല്ല, നമ്മളൊരു ത്രില്ലർ മൂവി ഇരുന്ന് കാണുന്നു. ഒരുപാട് സസ്പെൻസുകൾ നിറഞ്ഞ ഒരു നോവലാണിത്. വായിക്കുന്ന ഏവർക്കും ഇതിഷ്ടപ്പെടും. നിങ്ങളിൽ ഓരോരുത്തരും ഈ നോവൽ വായിക്കേണ്ടതാണ്. അപ്പോൾ വായിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.